സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന തസ്തികയിലേക്കായിട്ടുള്ള പരീക്ഷ നടത്തിയിരുന്നു. അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 57/2025 ആണ്. ആദ്യത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വർഷം 1915 ആണ്. അപ്പൊ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ച് ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ. അടുത്ത ചോദ്യം, ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളാണ്. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. അടുത്ത ചോദ്യം, 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. പൊടവര കുഞ്ഞമ്പു നായർ, കൊയ്ത്താറ്റിൽ ചിരുകണ്ഠൻ, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ, പള്ളിക്കൽ അബുബക്കർ. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 4. 1, 2, 4. അടുത്ത ചോദ്യം, അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. USA 16ാമത് പ്രസിഡന്റായിരുന്നു അബ്രഹാം ലിങ്കൺ. 1861 ഏപ്രിലിൽ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1865 ഏപ്രിലിൽ ഔദ്യോഗികമായി യുദ്ധം അവസാനിച്ചു. അമേരിക്കൻ ഭരണഘടനയുടെ 14ാം ഭേദഗതി പ്രകാരം അടിമത്തം അവസാനിപ്പിച്ചു. ശരിയായവ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 എന്നിവ. 1, 2, 3. 1, 2, 3. അടുത്ത ചോദ്യം, 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, ദേശീയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക, മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 4. 1, 2, 4 എന്നിവ. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തെരഞ്ഞെടുത്തെഴുതുക. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം. 1961 പഴയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3, 4. 1, 3, 4 എന്നിവ. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. സിന്ധു നദി നഞ്ചബർവയെ കീറിമുറിച്ച് ആഴമേറിയ താഴ്വരകളിലൂടെ ഒഴുകുന്നു. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വച്ച് കൂടിച്ചേരുന്നു. കോസി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3 എന്നിവ. 2, 3 എന്നിവ. ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക് സമുദ്രം. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്ര മേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക.
ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ, അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ സമുദ്രം ഹരിക്കെയിൻ, ചൈന കടൽ, പസഫിക് സമുദ്രം ടൈഫൂൺ, പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം ടൊർണാഡോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ ജോഡി കണ്ടെത്തുവാനാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ. 1, 2, 3 എന്നിവ. റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം, റോഡ് സാന്ദ്രത. ഓപ്ഷൻ സി കേരളം. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് പാമ്പാടും ഷോല നാഷണൽ പാർക്ക്. ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? കുത്തനെയുള്ള ചരിവ്. നികുതി, പൊതുച്ചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റ് നയം അറിയപ്പെടുന്നത് ധനനയം. ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏതു പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏത്? ഓപ്ഷൻ ഡി ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951-56 ആണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1968-70 കാലയളവിലാണ്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007-2012 ആണ്. ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ ആണ് 100. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഇവിടെ തന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിയമ നിർമ്മാണ പ്രക്രിയ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ സമ്പ്രദായം, നിർദ്ദേശക തത്വങ്ങൾ. ഇത് കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നുമാണ് എന്ന് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. നിയമ നിർമ്മാണ പ്രക്രിയ ബ്രിട്ടൻ. സ്വതന്ത്ര നീതി ന്യായ വ്യവസ്ഥ അമേരിക്ക. അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡ. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. നിലവിൽ ഇന്ത്യൻ ഭരണഘടന 7 മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കാൻ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ്. 2 മാത്രം. 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. മൗലിക അവകാശങ്ങൾ എന്ന ആശയം അമേരിക്കയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 42ാം ഭേദഗതി, 86, 73, 52 എന്നീ ഭേദഗതികളാണ് തന്നിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 4. 42ാമത്തെ ഭേദഗതി എന്താണ്? ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86ാമത് ഭേദഗതി നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. 73ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതി. 52ാമത് ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം.
അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്ര നയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നു: സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം, രാജ്യത്തിന് മുഴുവൻ ബാധകമായ ഏകീകൃതമായ ഒരു സിവിൽ നിയമ സംഹിത, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, ഐത്താചാര നിർമാർജനം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഐത്താചാര നിർമാർജനം. താഴെ പറയുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയും ആണ്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാക്കുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ്. ഭരണഘടനയുടെ 91ാമത് ഭേദഗതി അനുസരിച്ച് കേന്ദ്ര മന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 20% കൂടാൻ പാടില്ല. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1, 2 മാത്രം. 1, 2. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഓപ്ഷൻ ബി, വനം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്നതിനായി ഓരോ 10 വർഷം കൂടുന്തോറും സംസ്ഥാന ഗവൺമെന്റ് ഒരു സംസ്ഥാനം ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 3 മാത്രം. 1, 3 മാത്രം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? രാംനാഥ് കോവിന്ദ്. കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേര് എന്ത്? വിദ്യാസമുന്നതി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടനയുടെ 73 ഭേദഗതി പഞ്ചായത്തുകളിലെയും 74 ഭേദഗതി മുനിസിപ്പാലിറ്റികളിലെയും പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതതു വാർഡിന്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. കേരള സംസ്ഥാനത്തിൽ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇവ എല്ലാം. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരാണ് യോദ്ധാവ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരാണ് സിറോഫ്താൽമിയ. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ് ഏത്? റെഡ് റിബൺ ക്ലബ്. അടുത്ത ചോദ്യം, മനുഷ്യനിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. മനുഷ്യരിൽ 12 ജോഡി വാരിയെല്ലുകളുണ്ട്. മനുഷ്യരിൽ തലയോട്ടിയിൽ മാത്രം 32 അസ്ഥികളുണ്ട്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 2 ശരിയാണ്. 1, 2 ശരിയാണ്. അമൃത ദേവി ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വന സംരക്ഷണം. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ
ഹൊമോന ലേഡി എന്ന മനുഷ്യ പൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നുമാണ്? റൈസിംഗ് സ്റ്റാർ കേവ്. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? സുനിത വില്യംസ്. ദൃശ്യപ്രകാശത്തിന്റെ ആവൃത്തി F1ഉം മൈക്രോവേവിന്റെ ആവൃത്തി F2ഉം എക്സ് കിരണങ്ങളുടെ ആവൃത്തി F3യും ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ F3 ഗ്രേറ്റർ ദാൻ F1 ഗ്രേറ്റർ ദാൻ F2. ഒരു പ്രൊജക്ടൈലിന്റെ പറക്കൽ സമയം 2 സെക്കൻഡ് ആണ്. അതിന്റെ പരമാവധി ഉയരം കണക്കാക്കുക. G=10 m/s². ഓപ്ഷൻ ബി 5 മീറ്റർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതൊക്കെ? ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും ആഴത്തിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കൂടി വരുന്നു. ധ്രുവ പ്രദേശങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രം ശരിയാണ്. 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചിരുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. SDX-01, SDX-02. ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇവയിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക. തന്നിരിക്കുന്നത് ടൈറ്റാനിയം, ഓസ്മിയം, തോറിയം, ഫെർമിയം എന്നിവയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഫെർമിയം. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ അമോണിയ എന്ന സംയുക്തത്തിനെ കുറിച്ച് ശരിയായവ കണ്ടെത്തുക. അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ്. അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത് സമ്പർക്ക പ്രക്രിയ വഴിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓൺലി 1 and 2. 1 and 2. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ സി, ഗേ-ലുസാക്ക് നിയമം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്. ഏത് അലോഹ മൂലകം? ഓപ്ഷൻ എ ആണ്, എസ്. തൃശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ്? ശക്തൻ തമ്പുരാനാണ്. താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആര്? തന്നിരിക്കുന്നു ഗുകേഷ് ടി, മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ്, സുഖ്ജിത് സിംഗ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സുഖ്ജിത് സിംഗ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? പ്രായം ചെന്നവർക്കു വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചു. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 2 എന്നിവ. ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി, 1, 2 എന്നിവ. 1, 2. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര്? ഗായത്രി സ്പിവാക്. ഓപ്ഷൻ എ. അടുത്ത് വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഓപ്ഷൻ ഡി ആണ് 51ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. 52 ഉത്തരം. ഓപ്ഷൻ സി ആണ് 53ാമത്തെ ചോദ്യം ഉത്തരം. ഓപ്ഷൻ എ ആണ് 54ാമത്തെ ചോദ്യം ഉത്തരം. ഓപ്ഷൻ ബി ആണ് 55ാമത്തെ ചോദ്യം. 55 ഓപ്ഷൻ ഡി. 56ാമത്തെ ചോദ്യം 56 ഓപ്ഷൻ സി. 57 ഓപ്ഷൻ ബി. 58ാമത്തെ ചോദ്യം 58 ഓപ്ഷൻ എ.
59-ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 60-ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഓഫ് ദ സെന്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രമാറ്റിക്കൽ എറർ. It actually does take place and the water on this area is forbidden. Option C ആണ്, and the water on this area. Select the most appropriate antonym of the word indefatigable. ഉത്തരം ഓപ്ഷൻ എ ആണ്, indolent. Rearrange the parts of the sentence in correct order. Due to dash. ഉത്തരം ഓപ്ഷൻ ഡി, RPSQ. Due to the lack of an adequate warning system, the tsunami of 2004 devastated a large portion of the coastal region of Tamil Nadu. Select the correct indirect form of the given sentence. John said to Tina, "Where were you going?" Option B ആണ് ഉത്തരം. John asked Tina where she had been going. Choose the correct spelling from the options below. Option C ആണ് ഉത്തരം. ACQUAINTANCE. If she had taken the medicine, she dash better. Option B would have felt better. Every school and college dash a library. The students along with their friends dash the library. Option C ആണ് ഉത്തരം. Every school and college has a library. The students along with their friends visit the library. His wife can't dash his terrible behavior anymore. Put up with. Find out the compound word. All of these. Have the whip hand means to be in a position to control. ഒറ്റപ്പദമാക്കുക. സുമിത്രയുടെ പുത്രൻ സൗമിത്രി. പര്യായ പദം. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും മാവിൻ്റെ പര്യായ പദം എഴുതുക. ഓപ്ഷൻ സി ചൂതം. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? ഉത്തരം തി. വിപരീത പദം എഴുതുക. ഗൗരവം, ലാഘവം. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏത്? ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ എ കേൾ പ്ലസ് തു. കണ്ണടച്ചിരുട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. ആർ ഏത് ബഹുവചന പ്രമേയമാണ്? പൂജക ബഹുവചനം. തന്നിരിക്കുന്നവയിൽ ഖനനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? ഘാതകൻ. ദുഷ്യന്തന്റെ വെള്ളക്കുതിര ഇന്നലെ വേഗമോടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏത്? ഓപ്ഷൻ എ ഓടി. അടുത്ത ചോദ്യം. അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 3. 1, 2, 3. കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഏതൊരു തടവുകാർക്കും പരോൾ ലഭിക്കും എന്നത്. തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? ഓപ്ഷൻ ഡി വെൽഫെയർ ഓഫീസർ.
2024 കേരള പ്രസനുകളും സംശുദ്ധീകരണ സാൻമാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗം അല്ലാത്തത് ഓപ്ഷൻ ബി പോലീസ് DGP. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ എന്ന് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3 മാത്രം ശരി. 1, 3 മാത്രം ശരി. അടുത്ത ചോദ്യം, മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏത്? ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന്, ഏതെങ്കിലും ആളെ സമൺ ചെയ്യുകയും ഹാജരാക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത്, ഏതെങ്കിലും പ്രമാണം കണ്ടെത്തുവാനും ഹാജരാക്കുവാനും ആവശ്യപ്പെടുന്നത്, ഏതെങ്കിലും ഓഫീസിൽ നിന്നും ഏതെങ്കിലും പൊതുരേഖയോ പകർപ്പോ ആവശ്യപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? ഓപ്ഷൻ ഡി. ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല? ഓപ്ഷൻ സി ആണ് 1 വർഷം. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? ഓപ്ഷൻ ഡി IG. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നതിൽ ആരാണ്? ഓപ്ഷൻ സി ആണ് നിയമമന്ത്രി. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം? 48 മണിക്കൂർ. ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ ഏവ? ഓപ്ഷൻ എ 1, 2 എന്നിവ. 1, 2. 5 വർഷം കാലാവധി, 65 വയസ്സ് പൂർത്തിയായ ശേഷം സ്ഥാനം വഹിക്കുവാൻ പാടില്ല. വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? അനുച്ഛേദം 19. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീതം ഓരോ ദിവസവും പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴസംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ് 25,000. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ തന്നിരിക്കുന്നവയിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് 1, 2, 3. 1, 2, 3. അടുത്ത ചോദ്യം, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപര മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാകുന്ന ആരോഗ്യകരമായ മനസ്സോസാധന രീതി ഏത്? ഓപ്ഷൻ സി. സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശാസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. എബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ആത്മസാക്ഷാത്കാരം. ഉത്കണ്ഠയെ മനഃശാസ്ത്രവുമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 3 മാത്രം ശരിയാണ്. 2, 3. അവസാനത്തെ ചോദ്യം, ഹൊവാർഡ് ഗാർഡ്നറിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ ആസ്പദമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? ഓപ്ഷൻ ഡി. സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയത്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഉത്തരങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്